ആലപ്പുഴ ചെങ്ങന്നൂർ നഗരസഭ ബസ് സ്റ്റാൻഡിൽ 42 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് എന്ന കെട്ടിടം തുറന്നു നൽകാത്തതിൽ പ്രതിഷേധം ശക്തം. ശബരിമല തീർത്ഥാടന കാലത്ത് കെട്ടിടം തുറന്നു നൽകുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെ തുറന്നു നൽകിയില്ലെന്നാണ് ഉയരുന്ന ആരോപണം. ചെങ്ങന്നൂർ നഗരസഭ ബസ് സ്റ്റാൻഡിൽ നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് കെട്ടിടം തുറന്നു നൽകാത്തതോടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ സംവിധാനമില്ലാതെ നിരവധി യാത്രക്കാരും കച്ചവടക്കാരും ദുരിതത്തിലാണ്. മണ്ഡലകാലത്തിനു മുൻപേ പണി പൂർത്തിയായ കെട്ടിടം തുറന്നുകൊടുക്കാത്ത അധികൃതരുടെ അലംഭാവത്തിൽ BJPയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് വാർഡ് കൗൺസിലർ സിനി ബിജു പറഞ്ഞു. നാളിതുവരെയും ഇങ്ങനെയൊരു സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടി ഇത് പണിതിട്ട് പോലും ഇതിനുവേണ്ടി ഇത് തുറന്നു കൊടുക്കാനോ ഇവിടുത്തെ ഭരണസമിതി തയ്യാറായിട്ടില്ല. അതിനുവേണ്ട നടപടികളൊന്നും ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. അതിനാൽ ശക്തമായി പ്രതിഷേധിക്കുന്നു. ഇതിനു മുന്നേ തന്നെയും പല പത്രമാധ്യമങ്ങളിലും ഇതിന്റെ വാർത്തകളും പരാതികളും കൊടുത്തിട്ടും നാളിതുവരെ ഇതിന്റെ ഒരു തീരുമാനം നടപ്പിലായിട്ടില്ല. ടേക്ക് എ ബ്രേക്ക് കെട്ടിടത്തിൽ സ്ത്രീക്കും പുരുഷനും 4 വീതം ശുചിമുറികൾ, ഭിന്നശേഷി സൗഹൃദ ശുചിമുറികൾ, വിശ്രമ മുറികൾ, മുലയൂട്ടൽ മുറി എന്നിവയുണ്ട്. പണം നൽകി ഉപയോഗിക്കാവുന്ന തരത്തിലായിരിക്കും കെട്ടിടം തുറന്നു നൽകിയാൽ പ്രവർത്തിക്കുക. എന്നാൽ മൂക്കുപൊത്താതെ ബസ് സ്റ്റാൻഡിൽ കയറാൻ പറ്റാത്ത സ്ഥിതിയായിട്ടും കെട്ടിടം തുറന്നു നൽകാത്തതിൽ പ്രതിഷേധമുയരുകയാണ്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.